ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. തടസ്സങ്ങളോ? എന്ത് തടസ്സങ്ങൾ? ഉത്സവം മുടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളുടെ ഉപദ്രവം ഉണ്ടായേക്കാമെന്നുള്ള ലക്ഷണങ്ങളാണ് എന്റെ മുന്നിൽ തെളിയുന്നത്. ഞാൻ കാരണം ഇവിടെ നടക്കാനിരുന്ന 1-2 ഫംഗ്ഷൻസ് ചെറിയ പ്രശ്നത്തിലായതാ. സാറ് ആഗ്രഹിച്ചതുപോലെ ഫംഗ്ഷൻസ് നടക്കാതെ അതിന് മുടക്കം വന്നതില് സാറിന് വല്ലാത്ത വിഷമമുണ്ട്. ഇനിയിപ്പോ അതുകൊണ്ട് ഞാൻ ആ ചടങ്ങിന് മുമ്പിൽ നിൽക്കുന്ന കാരണം കൊണ്ട് മാഡം ആ ചടങ്ങ് മുടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വർമ്മ സാറിന് വീണ്ടും വിഷമാവും. അതുകൊണ്ട് ജോത്സ്യര് ഈ ചടങ്ങിന് സമയം കുറിച്ചിട്ടേ പോകാവൂ. അതിലെന്ത് പ്രശ്നം വന്നാലും ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ജോത്സ്യരുടെ കൂടെയുണ്ട്. രാജു, ഉറപ്പാണല്ലോ? രാജു എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ പേടിക്കാനില്ല. രാജു എന്റെ കൂടെ നിന്നാൽ ഞാൻ പഠിച്ച എന്റെ തൊഴിലിനോട് ഞാൻ നീതി കാണിക്കും. രാജു എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകും. ജോത്സ്യര് ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ഒപ്പമുണ്ട്. നമുക്ക് വർമ്മ സാറിന്റെ സന്തോഷമല്ലേ വലുത്. അത് ശരിയാ, എനിക്ക് സന്തോഷമായി. ഇനിയിപ്പൊ അംബികാമ്മയുടെ എന്നോട് എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. രാജു വന്നേ, നമുക്കകത്തേക്ക് പോവാം. നീ ടെൻഷൻ അടിക്കാതെ അമ്മനി. എന്തായാലും എല്ലാം ഇവിടം വരെ എത്തിയില്ലേ? ചേട്ടനിങ്ങനെ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇനി നടക്കാത്ത വിവാഹത്തിന്റെ കഥ ചോദിച്ച് ഹൃതിക മോളെ കൺഫ്യൂസ് ആക്കണ്ട. ശരി ശേരേട്ടാ. ഹൃദമോള് വരുന്നുണ്ട്. എന്താ ചെറിയമ്മേ, എന്താ രണ്ടാളും കൂടി സംസാരിച്ചോണ്ടിരുന്നേ? അല്ല, കാവില് ഉത്സവത്തിനെ മുഹൂർത്തം കുറിക്കാൻ ജോത്സ്യൻ എത്തിയില്ലാന്ന് പറയായിരുന്നു. ജോത്സ്യരൊന്നല്ല. നമസ്കാരം ശേഖരൻ സാറേ. നമസ്കാരം. യാമിനി, നീ ജോത്സ്യനെ കൊടുക്കാൻ എന്തെങ്കിലും എടുക്ക. ശരി. ഏയ് വേണ്ട, നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാ സമയം വൈകിക്കുന്നേ? എല്ലാം റെഡിയായി ജോത്സ്യരെ, ഞാൻ ചേട്ടനെ വിളിക്കാം. അങ്ങനെ ആവട്ടെ. രാജു, ഭയന്നിട്ട് എന്റെ കൈയും കാലും വിറയ്ക്കുക. അംബിക മേഡം പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കൂ രാജു. ഉപദ്രവിക്കാനോ? ഇത് വർമ്മ സാറിന്റെ വീടാ. വർമ്മ സാറ് പറഞ്ഞിട്ടാ ജോത്സ്യരെ ഇവിടേക്ക് വിളിച്ചിരിക്കുന്ന. ഞാനില്ല ഇവിടെ, ടെൻഷൻ അടിക്കണ്ട. അമ്മേ, ജോത്സ്യരെ എല്ലാം അവരോട് പറഞ്ഞ മട്ടുണ്ട്. തൽക്കാലം ഒന്നും ചെയ്യണ്ട. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം ജോത്സ്യരെ. നമസ്കാരം. കുടുംബക്ഷേത്ര കാവിലെ ഉത്സവത്തിന് ഉചിതമായ നാളും സമയവും ജോത്സ്യരെ കൈയുടനെ കുറിക്കണം. സന്തോഷം വർമ്മ സാറേ, വൈകിക്കണ്ട. ഞാൻ എന്റെ കർമ്മത്തിലേക്ക് കിടക്കാം. ശരി. എല്ലാ വർഷവും നടത്താറുള്ളത് പോലെ ഈ വർഷവും ഷഷ്ടി ദിനത്തിൽ തന്നെ നമുക്ക് ഉത്സവം നടത്താം. എന്താ ജോത്സ്യരെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉത്സവത്തിന് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. തടസ്സങ്ങളോ? എന്ത് തടസ്സങ്ങൾ? ഉത്സവം മുടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികളുടെ ഉപദ്രവം ഉണ്ടായേക്കാമെന്നുള്ള ലക്ഷണങ്ങളാണ് എന്റെ മുന്നിൽ തെളിയുന്നത്.
അതിന് പരിഹാരമൊന്നുമില്ലേ ജോത്സരെ? ഞാനൊന്ന് നോക്കട്ടെ വർമ്മ സാറേ. അമ്മേ, നമ്മളെ ഭീഷണിപ്പെടുത്ത കാര്യം വല്ലതാണോ അങ്ങനെ എഴുതുന്നേ? ഒന്ന് മിണ്ടാ നിക്കടാ. ഉത്സവ കാര്യങ്ങളുടെ കാർമ്മികത്വം ആർക്കാണ്? ശങ്കരൻ പൊറ്റിക്കണം ജോത്സരെ. ഈ കുറിപ്പ് ശങ്കരൻ പോറ്റി ഏൽപ്പിക്കണം. ഉത്സവ തലേന്ന് നടത്തേണ്ട ക്രിയകളാണ് ഇതെല്ലാം. ഒക്കെ ശങ്കരൻ പോറ്റിക്ക് അറിയാം. ഉത്സവം ഭംഗിയായി നടക്കും. ശരി ജോത്സരെ. ദാ, രാജു, ജോത്സരെ, ഈ ദക്ഷിണ സ്വീകരിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ വർമ്മ സാറേ. ആയിക്കോട്ടെ. രാജു, ഓ ശരി എന്നാ. ശരി. രാജു, ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്. ഞാൻ റൂമിലുണ്ടാവും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ശരി സാർ. ശരി, നീ ശങ്കരൻ പൊറ്റിച്ചത് കാണണം. ശരി ഏട്ടാ. അയ്യോ, അശുഭലക്ഷണാണല്ലോ. ഏയ്, അത് കാറ്റത്തണഞ്ഞതാവും മാഡം. നീ ആ വിളക്കെടുത്ത് അകത്തോണ്ട് വെക്കാമിനി. വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് ഋതുമോളെയും കൂടെ പേടിപ്പിക്കാതെ. അംബിക മാഡം, തന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞേ? എന്നെ വിടുക. വിളിച്ച കേട്ടില്ലേ? എടോ, താൻ എന്ത് പണിയാടോ കാണിച്ചത്? തന്നോട് ഞാൻ പറഞ്ഞെന്താ, താൻ ചെയ്തതെന്താ? ഞാൻ പറഞ്ഞിരുന്നില്ലേ അംബിക മാഡം, ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന്. തന്റെ ഒരു ധർമ്മം. എടോ, തന്നോട് ചോള എണ്ണി തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ ആവശ്യത്തിന്? പിന്നെ അതിനു മുകളിൽ എന്ത് ധർമ്മമാടോ? എടോ, കാശിന് മുകളിൽ എന്ത് ധർമ്മമാടോ ഈ ലോകത്തുള്ളേ? അത് മാഡത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈശ്വരാ, ഞാൻ പെട്ടല്ലോ. ഇനി ഞാൻ ഇവരുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്താ അവിടെ പ്രശ്നം?